പഴയ ആലുവ മൂന്നാർ റോഡിലെ വനവകുപ്പ് കയ്യേറ്റങ്ങൾ ഉടൻ ഒഴിവാക്കണമെന്ന് രാജവാദ ആക്ഷൻ കൗൺസിൽ. പാതയുടെ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ റോഡ് വനവകുപ്പ് ബലമായി കയ്യേറി വനമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി. പഴയ ആലുവ മൂന്നാർ റോഡിലെ വനം വകുപ്പ് കയ്യേറ്റങ്ങൾ ഉടൻ ഒഴിവാക്കണമെന്ന് രാജപാത ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. പാതയുടെ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ റോഡ് വനം വകുപ്പ് ബലമായി കയ്യേറി വനമാക്കാൻ ശ്രമിക്കുകയാണെന്ന് കൗൺസിൽ കുറ്റപ്പെടുത്തി. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ടൂറിസം സാധ്യതകൾക്ക് വലിയ മാനം നൽകുന്നതും കുടിയേറ്റ കർഷകരും ആദിവാസികളും ഉൾക്കൊള്ളുന്ന നിർധന ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്നതുമായ ആലുവ മൂന്നാർ ഓൾഡ് PWD റോഡ് രാജപാത അത് പുനർനിർമ്മിക്കണം എന്നാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ അവരെ പ്രതികരിക്കുന്ന ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ പൂയംകുട്ടി മുതൽ ഈ കുളത്തിക്കുടി വരെ അങ്ങോട്ട് പിന്നെ പെരുമ്പൻകുത്തിനും മാങ്കുളത്തിനും എല്ലാം BMBCയുടെ നിലവാരത്തിൽ റോഡ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മാങ്കുളം ഇലക്ട്രിക്കൽ പ്രോജക്റ്റ്, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ പൂയംകുട്ടി മുതൽ വരുന്ന കുളത്തിക്കുടി വരെയുള്ള ഭാഗം ബസ് ഗതാഗത യോഗ്യമായാൽ വളരെ പെട്ടെന്ന് കോതമംഗലത്ത് നിന്ന് നേരെ നമുക്ക് മൂന്നാറിലേക്ക് മറ്റൊരു വഴി, അല്ലെങ്കിൽ മാങ്കുളത്തേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. മാങ്കുളത്ത് ഉള്ള ഒരാൾക്ക് 10-40 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോതമംഗലത്ത് എത്താൻ പറ്റും. ഇതിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞു, ടൂറിസം പ്രാധാന്യം. അതുപോലെ ഈ കോതമംഗലത്തിൻ്റെ ഒരു വികസനം, വാണിജ്യപരവും വ്യവസായപരവുമായ വികസനത്തിന് ഈ റോഡ് വലിയ ഒരു സംഭാവനകൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തട്ടേക്കാട് മുതൽ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം വരെയുള്ള 42 കിലോമീറ്റർ വരുന്ന ഹൈറേഞ്ച് റോഡ്, ക്യാമ്പ് ഷെഡ് തുടങ്ങിയവ പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ച് 1919 മെയ് 1 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. 1980 പൂയംകുട്ടിയിൽ നിന്നും പീണ്ടിമേട് വരെ 8 കിലോമീറ്റർ പൂയംകുട്ടി വൈദ്യുത പദ്ധതിക്കായി KSEB ഏറ്റെടുത്ത് മെറ്റൽ വിരിച്ച് ഗതാഗത യോഗ്യമാക്കി. മാങ്കുളം വൈദ്യുത പദ്ധതിക്കായി പെരുമ്പൻകുത്ത് മുതൽ കുറുത്തിക്കുടി വരെ വരുന്ന 5.5 കിലോമീറ്റർ റോഡും KSEB ഏറ്റെടുത്തിട്ടുണ്ട്. ശേഷിക്കുന്ന 12.5 കിലോമീറ്റർ പണികൾ കൂടി പൂർത്തീകരിച്ചാൽ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെ റോഡ് ഗതാഗത യോഗ്യമാകും. നിർമ്മാണത്തിന് മരം മുറിക്കേണ്ടതില്ല. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചാൽ കുട്ടമ്പുഴ, മാങ്കുളം, ഇടമലക്കുടി പഞ്ചായത്തുകളിലും കുറുത്തക്കുടി മേഖലയിലെ 6 ഗോത്രവർഗ ഉന്നതികളടക്കം 65 ഉന്നതികളിലും അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങളെത്തും. ദേശീയപാതയ്ക്ക് സമാന്തരമായി കോതമംഗലത്ത് നിന്നും മൂന്നാറിലേക്ക് റോഡുണ്ടാകുന്നത് നിലവിലെ വാഹനത്തിരക്ക് ഒഴിവാക്കാൻ കഴിയും. അടിസ്ഥാനരഹിത വാദങ്ങൾ ഉയർത്തിയാണ് വനംവകുപ്പ് റോഡിനെതിരെ രംഗത്തു വരുന്നത്. ഹൈ ലെവൽ എക്സ്പേർട്ട് കമ്മിറ്റിയുടെയും വനം, റവന്യൂ, പൊതുമരാമത്ത്, സർവേ വിഭാഗങ്ങളടങ്ങുന്ന സബ് ലെവൽ ഫീൽഡ് കമ്മിറ്റിയുടെയും പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭ്യമായ സ്ഥിതിക്ക് ഉടൻ വനംവകുപ്പിന്റെ തടസ്സങ്ങൾ നീക്കി റോഡ് തുറന്നു നൽകണമെന്ന് ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ മുൻ MLA സുലൈമാൻ റാവുത്തർ, ഷാജി പയ്യാനിക്കൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു.